Hi, welcome to UC Medicos. I am Sanam. Today we will talk about erythroblastosis fetus. Erythroblastosis fetus അഥവാ hemolytic disease of the newborn. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഒരു RH incompatibility കാരണം RHന്റെ കേസിൽ ഒരു എക്സ്പോഷർ ഉണ്ടായാൽ മാത്രമേ ആൻറ്റിബോഡീസ് ഉണ്ടാവും ഞാൻ പറഞ്ഞു. അപ്പോൾ ആ ഒരു എക്സ്പോഷർ ഉണ്ടാവുകയാണ് ഇവിടെ. അപ്പം ഇറ്റ് ഈസ് എ ഡിസീസ് ഓഫ് ദ ന്യൂ ബോൺ ചൈൽഡ് ക്യാരക്ടറൈസ്ഡ് ബൈ ദ എഗ്ലൂട്ടിനേഷൻ ആൻഡ് ദ ഫാഗോസൈറ്റോസിസ് ഓഫ് ദ RBC ഓഫ് ദ ഫീറ്റസ്. ഓക്കെ, അപ്പം ഇവിടെ ഈ എഗ്ലൂട്ടിനേഷൻ ഉണ്ടാവുകയാണ് ഈ ഒരു RH ഇൻകമ്പാറ്റബിലിറ്റി കാരണം. എപ്പോഴും അതുണ്ടാവുക, ഇറ്റ് occurs when the mother is RH negative and the child is RH positive. ഓക്കെ, അപ്പം ഫാദർ RH പോസിറ്റീവ് ആണ്, മദർ RH നെഗറ്റീവ് ആണ്. അപ്പം എല്ലാ കേസിലും ഇവിടെ ഈ ചൈൽഡ് RH പോസിറ്റീവ് ആവണമെന്നില്ല കേട്ടോ. പക്ഷെ RH പോസിറ്റീവ് ആവുന്ന കേസിലാണ് ഈ എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റസിലേക്ക് എത്തിക്കുക. അപ്പം എറിത്രോബ്ലാസ്റ്റ് എന്ന് പറയുമ്പം RBCയുടെ ഒരു ബേസ്റ്റ്, ഓക്കെ, RBCയുടെ ഒരു എന്താ പറയുക ഹീമോലിസിസ് എന്നൊക്കെ നമുക്ക് അതിന് പറയാം. ഹീമോലിറ്റിക് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പം അതെന്താ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് ഈ ഒരു ഡയഗ്രാമിൽ നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്, ഇത് RH പോസിറ്റീവ് ആയിട്ടുള്ള ബേബിയുടെ ബ്ലഡ്, ഇവിടെ മെറ്ററൽ ഹെഡാണ്, ദാറ്റ് ഇസ് RH നെഗറ്റീവ്. അപ്പം ഇതിന് രണ്ടും വേർതിരിക്കുന്ന ഒരു ബാരിയറാണ് the human placenta. So during parturition this barrier will break. It will break ചെയ്തിട്ട് that will create a passage for the mingling of RH positive and the RH negative blood. അപ്പം ഇത് രണ്ടുപേരും നടക്കാം വെച്ചാൽ ഈ ഒരു മിക്സിംഗ് പറയുന്നത് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇവിടുന്ന് അങ്ങോട്ട് നടക്കാം. പക്ഷെ നമുക്ക് ഏറ്റവും കൂടുതൽ കൺസേൺ ആകുന്നത് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നതാണ്. ദാറ്റ് ഈസ് RH പോസിറ്റീവ് RH നെഗറ്റീവിന് അങ്ങോട്ടേക്ക് വരുന്നത്. സോ ദ ഫീറ്റൽ ബ്ലഡ് ഹാവിംഗ് ദ D ആൻറ്റിജൻസ് വിൽ എൻറ്റർ ദ മദേഴ്സ് സർക്കുലേഷൻ. അപ്പം ഈ മദേഴ്സിൻ്റെ സർക്കുലേഷൻ സമയത്ത് ഇവിടെ അതൊരു ഫോറിൻ സംഭവമാണല്ലോ. ഈ ഇമ്മ്യൂൺ സിസ്റ്റം ഓഫ് ദ മദർ എന്ന് പറയുമ്പോൾ അവിടെ RH ആൻറ്റിജൻസ് ഇല്ല. അപ്പോൾ ഒരു RH ആൻറ്റിജൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പം അത് അവർക്ക് ഒരു ഫോറിൻ ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇറ്റ് വിൽ പ്രിപ്പയർ ഫോർ ആൻ ഇമ്മ്യൂൺ അറ്റാക്ക്. ഈ ഒരു ഇമ്മ്യൂൺ റെസ്പോൺസിനാണ് നമ്മൾ RH സെൻസിറ്റൈസേഷൻ എന്ന് നമ്മൾ വിളിക്കാറ്. അപ്പം ആദ്യത്തെ പ്രഗ്നൻസിയിൽ എന്താ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. ആൻഡ് ദ റീസൺ ഇസ് ബിക്കോസ് പാർച്യൂരിഷന് ശേഷം, ഈ ബർത്തിന് ശേഷം 48 to 72 അവേഴ്സിന് ശേഷം മാത്രമേ ആൻറ്റിബോഡിയുടെ ഒരു പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ആവുകയുള്ളൂ. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഒരു RH ഇൻകമ്പാറ്റബിലിറ്റി അവിടെ ഉണ്ടാവുന്നില്ല. ലൈക്ക് അവിടെ അത് ഈ ആദ്യത്തെ പ്രഗ്നൻസിനെ എഫക്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ആദ്യത്തേത് സേഫാണ്. അപ്പോൾ ഇവിടെ എന്താണ് നടക്കുന്നത്, RBC വിത്ത് ദി RH ആൻറ്റിജൻസ്. ഓക്കെ, അപ്പോൾ ഈ RBC ആർ recognized by the B cell. Now with the help of the helper T cell, this B cell is transformed into plasma B cell. Okay, അപ്പം ഈ പ്ലാസ്മ ബി സെല്ലാണ് ആൻറ്റിബോഡീസിന് ഉണ്ടാക്കുന്നത്. അപ്പം ആദ്യത്തെ എക്സ്പോഷറിൻ്റെ സമയത്ത് അത് ഉണ്ടാക്കുന്ന ആൻറ്റിബോഡീസ് ആണ് IgM എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യത്തെ എക്സ്പോഷറിൽ ഇഷ്യൂസ് ഉണ്ടാവില്ല, കാരണം 48 to 72 അവേഴ്സിന് ശേഷം മാത്രമേ ആൻറ്റിബോഡീസ് ഉണ്ടാവാൻ തുടങ്ങുള്ളൂ. പിന്നെ ഓൺ സബ്സീക്വന്റ് എക്സ്പോഷർ ടു ദിസ് RH ആൻറ്റിജൻ ഇറ്റ് വിൽ ലീഡ് ടു സ്ട്രോങ് IgG റെസ്പോൺസ്. അപ്പോൾ ഇനി ഉണ്ടാകുന്നത് ആൻറ്റിബോഡീസ് IgM ആയിരിക്കില്ല, IgG ആയിരിക്കും. ഈ IgG ആൻറ്റിബോഡീസ് എന്താണ്, ഇറ്റ് ഹാസ് ദി എബിലിറ്റി ടു ക്രോസ് ദി placenta, so it can attack the fetal RBCs. അപ്പം ഈ IgG ആൻറ്റിബോഡീസ് ഈ RBCനെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ that will lead to agglutination.
agglutination, these agglutinated RBCs will hemolyze, thereby releasing hemoglobin into the blood. The macrophage of the fetus then convert this hemoglobin into bilirubin, and that will lead to the skin yellowing of the baby. That's jaundice. And apart from jaundice, the baby is also anemic at birth. അപ്പം ഈ അനീമിയ വളരെയധികം സിവിയർ ആകാം, അൾട്ടിമേറ്റ്ലി ലീഡിങ് ടു ഡെത്ത്. പക്ഷേ ഇത് സർവൈവ് ചെയ്യുന്ന കുട്ടികൾ അവർക്ക് ഇമ്പയർമെൻറ്റ് ഉണ്ടാകും, മെൻ്റൽ ഇമ്പയർമെൻറ്റ് ഉണ്ടാകും, അഥവാ ഇറ്റ് വിൽ ലീഡ് ടു ഡാമേജ് ടു the motor areas of the brain, and it can ultimately lead to kernicterus. What is kernicterus? It is the brain damage that happens when the level of the bilirubin increases and it spreads to the other neuronal tissues. Okay. അപ്പം ഈ എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റൽസ് കൊണ്ട് ഉണ്ടാവുന്ന കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് ജോണ്ടിസ്, ഒന്ന് അനീമിയ, ഒന്ന് kernicterus. Anti-D serum is given to the mother after the first pregnancy. അതുകൊണ്ട് തന്നെ ഈ Anti-D സെറത്തിൽ ആൻറ്റിബോഡീസ് ഉണ്ട്. So she doesn't have to make it on her own. And also ഈ antibodies cannot cause the human placenta. Okay, so it can't attack the fetal RBC. So instead it will stay in the mother's blood. അപ്പം ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെയാണ്? അനീമിയയുടെ കേസിൽ എക്സ്ചേഞ്ച് ട്രാൻസ്ഫ്യൂഷൻ. So we are taking the RH positive blood from the baby and instead we are giving RH negative blood. അപ്പം ഈ ഒരു സംഭവം നമ്മൾ സെവറൽ വീക്സ് നമ്മളിത് കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇറ്റ് ഈസ് മെയിൻലി ഡൺ ടു കീപ് ദ ബിലിറുബിൻ ലെവൽ ലോ ആൻഡ് thereby we can prevent kernicterus. Okay, and also നമ്മൾ ഈ റീപ്ലേസ് ചെയ്ത RH negative സെൽസിനെ ഇതിൻ്റെ ഓൺ സെൽസായ RH പോസിറ്റീവ് സെൽ eventually it will replace. And also the anti-RH agglutinins from the mother, it will also be destroyed. So here we are using this process called phototherapy for jaundice. Phototherapy, it is light, but it is not sunlight. Hence we are using blue fluorescent light. We are lowering the level of the bilirubin in the blood, and also we are converting it into water soluble bilirubin with the help of this blue fluorescent light. ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവും ഹെൽപ്ഫുൾ ആയെന്ന് കരുതുന്നു. ഉണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ. താങ്ക് യു.